ഞാൻ തിരിച്ചെത്താം. വിശ്വംഭരൻ അമ്മാവൻ തുടരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുവല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനുമായി BJP നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരം വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലിനുള്ള സാധ്യത ഇപ്പോൾ സസ്പെൻഷനാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് നടപടികളിലേക്ക് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോകും എന്നതിന്റെ സൂചനകളൊക്കെ ഉണ്ട്. ഇതിൽ കുടുംബം ഇനി ആവശ്യപ്പെടുന്നത് എന്താണ്? ഏത് അന്വേഷണത്തിലാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്? ആരെ സമീപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ഞങ്ങൾ നാളെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നാളെ നമ്മളെ MLAയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും MP യും ഞാനും ഈ മരണപ്പെട്ട നിതിൻ രാജിൻ്റെ സഹോദരിയുടെ ഭർത്താവും കൂടിയായ അശോക് കുമാറും ഞങ്ങൾ 4 പേരും നാളെ 10 മണിക്ക് DGPയെ കാണാൻ പോകുന്നുണ്ട്. നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ആ കുടുംബത്തിൻ്റെ നിവൃത്തികേട്. അവർ വാടക വീട്ടിലാണ്. ഈ നിതിൻ രാജിൻ്റെ അച്ഛന് പെയിൻറ്റിങ് ജോലിയാണ്, അമ്മ തൊഴിലുറപ്പിന് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങളുടെ ഒരു അംശം നീക്കി വെച്ചാണ് ഈ കുട്ടിയെ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എല്ലാത്തിനും A+ ആയിരുന്നു. അതേപോലെ +2 പഠിക്കുമ്പോഴും എല്ലാത്തിനും A+. പഠിക്കാൻ നല്ല മിടുക്കനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധാരണ ഒരു അർത്ഥപട്ടിണിക്കാരനായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി ഈ രീതിയിൽ പഠിക്കാൻ പോയപ്പോൾ അവനവിടെ ഉണ്ടായ ഒരു മാനസിക പീഡനം, അതും ആ രക്ഷകനാവേണ്ടവൻ അധ്യാപകൻ രക്ഷകനാവേണ്ടവനാണ്. അവൻ ശിക്ഷകനായി അവൻ്റെ ശവശരീരം അവൻ പറഞ്ഞതുപോലെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ റാമും ഈ സംഗീത ടീച്ചറും മറ്റേ കമലും ഒന്ന് വിചാരിക്കേണ്ടത്, അവിടുത്തെ മാനേജ്മെൻറ്റും കോളേജിലെ മാനേജ്മെൻറ്റും ഒന്ന് വിചാരിക്കാനുള്ളത്, നിതിൻ രാജ് എന്ന് പറഞ്ഞ അയാളുടെ കുടുംബം വലിയ ഒരു പാവപ്പെട്ടവനായി പോയതുകൊണ്ട് അവന് മുന്നോട്ട് പോകാൻ ആളില്ല എന്നൊരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഞങ്ങളുടെ നിതിൻ രാജിൻ്റെയും ഞങ്ങളുടെയും കുടുംബത്തിന് വേണ്ടി CPIM എന്നുള്ള ഒരു മഹാപ്രസ്ഥാനം മുന്നിട്ടിറങ്ങും. ഇന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ നിതിൻ രാജിൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ആശ്വസിച്ചു പോയി. വീട്ടിൽ വന്ന് മരണത്തിന് വന്നു. അവരോട് പറഞ്ഞു, നിയമത്തിൻ്റെ കുറ്റവാളികൾക്കെതിരെ നിയമത്തിൻ്റെ അങ്ങ് അറ്റം വരെ നമ്മൾ പോകുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതേപോലെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അദ്ദേഹവും വന്ന് മുഖ്യമന്ത്രി സ്ഥലത്തില്ല, മുഖ്യമന്ത്രി വന്നാലുണ്ടെന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ മന്ത്രി അവിടെ നിന്ന് ഞങ്ങളെ മുന്നിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ, ശിവൻകുട്ടി വിളിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്, അവിടുത്തെ SP പറഞ്ഞത് ഇതിനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ നമ്മൾ നിയമിച്ചു കഴിഞ്ഞു എന്നാണ് മിനിസ്റ്റർ ശിവൻകുട്ടി പറഞ്ഞപ്പോൾ അവരവിടുന്ന് ഇങ്ങോട്ട് മറുപടിയായി പോലീസ് SP പറഞ്ഞത്. എന്തായിക്കോട്ടെ. പക്ഷേ എന്തായാലും നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സത്യസന്ധമായ ഒരു അന്വേഷണവും കുറ്റവാളികൾക്കെതിരായ കർക്കശമായ നടപടി, അവൻ ഏത് കൊമ്പനായാലും അവനെ കയ്യാമം വയ്ക്ക് അവനെ കൽത്തുറുങ്കിൽ അടയ്ക്കുന്നതുവരെ ഞങ്ങളുടെ നിയമ പോരാട്ടം തുടരും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശരി, നീതി കിട്ടും വരെ പോരാട്ടം തുടരും എന്നതാണ്. വളരെ നന്ദി ശ്രീ വിശ്വംഭരൻ. ഒപ്പം തന്നെ ഷീബ ഞങ്ങളോട് സഹകരിച്ചതിന്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. SFIയെ പ്രതിനിധീകരിച്ച് ആദിൽ, ഒപ്പം തന്നെ ദളിത് ആക്ടിവിസ്റ്റ് മൃദുല ദേവി എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. മൃദുല, എന്നെ കേൾക്കാൻ പറ്റും എന്നതാണ് ഞാൻ കരുതുന്നത്. നമ്മൾക്ക് ഒരിക്കലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ജാതി പറഞ്ഞ് പുഴുത്ത പട്ടി എന്ന് മറ്റു കുട്ടികൾക്ക് മുന്നിൽ വെച്ച് പറഞ്ഞ് ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ അപമാനിച്ച് ജാതി പറഞ്ഞ് അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.